ഹലോ, ഹായ്. ഇന്ന് നമുക്ക് പനിക്കൂർക്കയില വെച്ചിട്ട് ഒരു ഒറ്റമൂലി ഉണ്ടാക്കിയാലോ? എനിക്ക് പനിക്കൂർക്കയില കിട്ടി. അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വേണം നമുക്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാനത് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തു. വാട്ടിയെടുക്കുമ്പോൾ നീര് നന്നായിട്ട് വരുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പനിക്കൂർക്കയില എടുത്ത് പാത്രത്തിൽ വെച്ച് വാട്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റി അതിൻ്റെ നീരൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത്. വാട്ടിയത് കൊണ്ട് നല്ലതായിട്ട് നീര് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി അതിനകത്തുള്ള ഇലയൊക്കെ ഞാൻ കളയാൻ വേണ്ടിയിട്ട് അത് അരിച്ച് ഗ്ലാസ്സിലാക്കി. എന്നിട്ട് വീണ്ടും ഞാൻ അത് ബൗളിലൊഴിച്ച് വെച്ച്. ഈ ഒറ്റമൂലി എന്തിനാണെന്നറിയാമോ? നമുക്ക് ചുമയും തൊണ്ടയ്ക്ക് ക്രാക്കൊക്കെ വരത്തില്ലേ? അപ്പോൾ നമുക്കത് ഓരോ സ്പൂൺ വെച്ച് കഴിച്ചാൽ നമുക്ക് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ പിഴിഞ്ഞെടുത്ത നീരിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ജീരകപ്പൊടിയുമാണ് ഞാൻ ഇട്ടിരുന്നത്. ലാസ്റ്റ് ഞാൻ അതിനകത്ത് കുറച്ച് തേനും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് ഞാൻ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്. അപ്പോൾ അതിങ്ങനെ കാണുന്നത് ഇത് നമുക്ക് തൊണ്ടയ്ക്ക് ചുമയും പിന്നെ നെഞ്ചിലൊരു വിങ്ങലും അസ്വസ്ഥതയൊക്കെ വരത്തില്ലേ? അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഒത്തിരി ആശ്വാസം കിട്ടി. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കേ, ബൈ. संभाल के रखा